നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കോവിഡ് കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. നോക്കാം കോവിഡ് കണക്കുകൾ. സംസ്ഥാനത്ത് ഇന്ന് 26,701 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3,366, തൃശൂർ 3,214, എറണാകുളം 2,915, മലപ്പുറം 2,568, പാലക്കാട് 2,373, കൊല്ലം 2,368, തിരുവനന്തപുരം 2,103, കോട്ടയം 1,662, ആലപ്പുഴ 1,655, കണ്ണൂർ 1,356, ഇടുക്കി 1,001, പത്തനംതിട്ട 947, വയനാട് 793, കാസർഗോഡ് 380 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,55,543 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17.17 ആണ്. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 7 മുകളിലുള്ള 296 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളാണുള്ളത്. അതിൽ 81 എണ്ണം നഗരപ്രദേശങ്ങളിലും 215 എണ്ണം ഗ്രാമപ്രദേശങ്ങളിലുമാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 74 മരണങ്ങളാണ് കോവിഡ്-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 21,496 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 96 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 25,481 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,046 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 78 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. കണ്ണൂർ 16, പാലക്കാട് 12, വയനാട് 11, കൊല്ലം 8, കാസർഗോഡ് 7, കോട്ടയം 5, എറണാകുളം 4, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് 3 വീതം, ഇടുക്കി 2, ആലപ്പുഴ 1 എന്നിങ്ങനെ ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 28,900 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 6,24,301 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 5,91,061 പേർ വീടുകളിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും 33,240 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 2,604 പേരെയാണ് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് നൽകി. ചൊവ്വാഴ്ച 7 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. വടക്കൻ കേരളത്തിൽ മഴ കനത്തേക്കും. ശക്തമായ കാറ്റിനും ഇടിയോടുകൂടിയ മഴയ്ക്കുമാണ് സാധ്യത. കേരള തീരത്ത് മണിക്കൂറിൽ പരമാവധി 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് CPIM നേതാവ് P. ജയരാജനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICUവിൽ പ്രവേശിപ്പിച്ച ജയരാജന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുള്ളതായി പ്രത്യേക മെഡിക്കൽ ബോർഡ് യോഗം വിലയിരുത്തി. നിലവിലെ ചികിത്സയ്ക്കൊപ്പം മോണോക്ലോണൽ ആന്റിബോഡി ചികിത്സ കൂടി ലഭ്യമാക്കാനും കോവിഡ് ന്യൂമോണിയ പരിശോധനയുടെ ഭാഗമായി നെഞ്ചിന്റെ CT സ്കാൻ ഉൾപ്പെടെ നടത്തുന്നതിനും മെഡിക്കൽ ബോർഡ് തീരുമാനിച്ചു. 4 തവണ ആൻജിയോപ്ലാസ്റ്റി ചികിത്സയ്ക്ക് വിധേയനായിട്ടുണ്ട് P. ജയരാജൻ. ഇതുകൂടാതെ ആക്രമണത്തിനും ഇരയായി. ശരീരത്തിന്റെ ദുർബലാവസ്ഥ അലട്ടുന്നതിനൊപ്പം കോവിഡ് കൂടി ബാധിച്ചതിനാലും ഗുരുതരാവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. രക്തത്തിലെ ഓക്സിജന്റെ അളവും രക്തസമ്മർദ്ദവും ഇപ്പോൾ സാധാരണ നിലയിലാണ്. കോവിഡ് പോസിറ്റീവായതിനെ തുടർന്നുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കാതെ തീർത്തും ക്ഷീണിതനായാണ് ഇന്നലെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നിപ്പ പരിശോധനാ സംവിധാനം ഇപ്പോഴും പാതി വഴിയിൽ. കോഴിക്കോട് മൈക്രോബയോളജി ലാബിലും തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിലും പ്രഖ്യാപിച്ച ലാബുകളിൽ പരിശോധനയ്ക്ക് ഇനിയും കാത്തിരിക്കണം. അത്യാധുനിക BCL-3 ലാബ് സംവിധാനമാണ് അപകടകാരിയായ നിപ്പയെ പരിശോധിച്ച് തിരിച്ചറിയാൻ വേണ്ടത്. ലാബ് ഉടനെ സജ്ജമാക്കുമെന്ന് പലതവണ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ കോഴിക്കോട് പുതിയ നിപ്പ കേസും സ്ഥിരീകരിച്ചത് പൂനെയിൽ നിന്ന്. കോഴിക്കോട് മൈക്രോബയോളജി ലാബിൽ ഈ ലാബ് സജ്ജമാക്കുന്നത് കോവിഡ് കാരണം വൈകിയെന്നാണ് വിശദീകരണം. കരാറെടുത്ത് ദില്ലി കേന്ദ്രീകരിച്ചുള്ള വിദഗ്ധർ പണി തുടങ്ങിയതേയുള്ളൂ. കുറഞ്ഞത് 1 വർഷമെങ്കിലും ഇനിയും എടുക്കും. PCR, ട്രൂനാറ്റ് പരിശോധനകൾക്ക് സംവിധാനമുണ്ടെങ്കിലും വൈറസ് കൾച്ചർ ചെയ്യാൻ സംവിധാനമില്ല. തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ ആദ്യഘട്ട ഉദ്ഘാടനം കഴിഞ്ഞതേയുള്ളൂ. BSL-3 ലാബില്ല. നിപ്പ നിയന്ത്രണ വിധേയമായതോടെ ലാബ് സജ്ജമാക്കുന്നതിൽ മുമ്പുണ്ടായിരുന്ന താൽപര്യം ആരോഗ്യവകുപ്പിന് കുറഞ്ഞു. ആലപ്പുഴ NIV ലാബിനെ മാത്രമായി നിപ്പ പരിശോധന ഫലങ്ങൾക്ക് ആശ്രയിക്കാനാകുമില്ല. പൂനെയിൽ NIVയിൽ അയച്ച് സ്ഥിരീകരിച്ച ശേഷമാണ് സംസ്ഥാനം കേസുകൾ സ്ഥിരീകരിക്കുന്നത്.
അതേസമയം നിലവിലെ അടിയന്തര സാഹചര്യത്തിൽ നിപ സ്രവപരിശോധന PCR, ട്രൂനാറ്റ് എന്നിവ കോഴിക്കോട് മൈക്രോബയോളജി ലാബിൽ ചെയ്യാനാകുമെന്ന് അധികൃതർ പറയുന്നു. എന്നാൽ ഇതിന് കേന്ദ്ര അനുമതി വേണം. അപകടകാരിയായ വൈറസ് ആയതിനാൽ അനുമതികൾക്ക് കർശന മാനദണ്ഡമാണുള്ളത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. അഫ്ഗാനിസ്ഥാനിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സർക്കാർ രൂപീകരിക്കാൻ താലിബാനെ സഹായിക്കുമെന്ന് പാകിസ്ഥാൻ. പാക് സൈനിക മേധാവി ജനറൽ ഖമർ ജാവേദ് ബജ്വ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡൊമിനിക് റാബിനെ അറിയിച്ചതാണ് ഇക്കാര്യം. അഫ്ഗാനിൽ സമാധാനവും സുസ്ഥിരതയും കൊണ്ടുവരാനുള്ള പോരാട്ടം പാകിസ്ഥാൻ തുടരും. അവിടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണകൂടം രൂപീകരിക്കാൻ വേണ്ട സഹായങ്ങൾ ചെയ്യുമെന്ന് ഖമർ ബാജ്വ ഡൊമിനിക് റാബിനെ അറിയിച്ചു. കഴിഞ്ഞ ദിവസം പാക് ഇന്റലിജൻസ് വിഭാഗം മേധാവി ജനറൽ ഫൈസ് ഹമീദ് കാബൂളിലെത്തിയിരുന്നു. സർക്കാർ രൂപീകരണമടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് ISI മേധാവിയും സംഘവും അഫ്ഗാനിലെത്തിയത്. ഇതിനു പിന്നാലെയാണ് പാക് സൈനിക മേധാവിയുടെ പ്രസ്താവന പുറത്തുവരുന്നത്. മുല്ല അബ്ദുൽ ഗനി ബറാദറിന്റെ നേതൃത്വത്തിൽ പുതിയ അഫ്ഗാൻ ഭരണകൂടത്തെ താലിബാൻ ഇന്നലെ പ്രഖ്യാപിക്കുമെന്നാണ് കരുതപ്പെട്ടിരുന്നത്. എന്നാൽ സർക്കാർ രൂപീകരണം ഒരാഴ്ചത്തേക്കു കൂടി നീട്ടിയിട്ടുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സർക്കാർ രൂപീകരിക്കണമെന്ന അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാകുന്നതിനു പിറകെയായിരുന്നു ഇത്. അഫ്ഗാനിൽ നിയന്ത്രണം പിടിച്ചടക്കിയ ശേഷം ഇത് രണ്ടാം തവണയാണ് താലിബാൻ സർക്കാർ രൂപീകരണം നീട്ടിവയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക്. ഈ മാസം 22 മുതൽ 27 വരെയാണ് മോദിയുടെ അമേരിക്കൻ സന്ദർശനം. ജോ ബൈഡൻ പ്രസിഡന്റായ ശേഷമുള്ള മോദിയുടെ ആദ്യ അമേരിക്കൻ സന്ദർശനമാണിത്. 2019 സെപ്റ്റംബറിലായിരുന്നു മോദിയുടെ അവസാന അമേരിക്കൻ സന്ദർശനം. അഫ്ഗാനിസ്ഥാൻ വിഷയത്തിൽ തുടർ നിലപാട് എന്താകുമെന്ന് കാത്തിരിക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അബുദാബി കിരീടാവകാശിയും UAE സായുധ സേന ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നാഹിയുമായി വെള്ളിയാഴ്ച ടെലിഫോണിൽ ചർച്ച നടത്തി. ഇന്ത്യയും UAEയും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ബന്ധത്തെക്കുറിച്ച് സംസാരിച്ച നേതാക്കൾ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികളും ചർച്ച ചെയ്തു. സാമ്പത്തിക വാണിജ്യ രംഗത്തിലെ ബന്ധവും നിക്ഷേപ രംഗത്തെ പരസ്പര സഹകരണവും കൂടുതൽ വികസിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളും ചർച്ചാ വിഷയമായി. അഫ്ഗാനിസ്ഥാനിലെ നിലവിലെ സാഹചര്യവും ഇരുവരും ചർച്ച ചെയ്തു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കുവൈറ്റിലേക്ക് ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസ് ഉടൻ ആരംഭിക്കുമെന്ന പ്രതീക്ഷ നിലനിൽക്കെ വിഷയത്തിൽ വിശദീകരണവുമായി എയർ ഇന്ത്യ. കുവൈറ്റിലേക്ക് വിമാന ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിട്ടില്ലെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും കുവൈറ്റിലേക്ക് നേരിട്ടുള്ള സർവീസിന് നിലവിൽ ടിക്കറ്റ് നിരക്ക് പ്രഖ്യാപിക്കുകയോ ബുക്കിംഗ് ആരംഭിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് എയർ ഇന്ത്യ കുവൈറ്റ് സെയിൽസ് ഓഫീസ് ട്രാവൽ ഏജൻസിക്ക് അയച്ച സന്ദേശത്തിലാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. സർവീസ് ആരംഭിക്കുന്നതിന് ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയത്തിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. സർവീസിന് അനുമതി ലഭിക്കുകയോ സീറ്റുകൾ നിശ്ചയിച്ചു കിട്ടുകയോ ചെയ്താൽ മാത്രമേ ബുക്കിംഗ് ആരംഭിക്കുകയുള്ളൂ എന്നും എയർ ഇന്ത്യ അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കോവിഡ് വ്യാപനത്തെ തുടർന്ന് അടച്ചിട്ട അബുദാബിയിലെ സ്കൂളുകൾ വീണ്ടും സജീവമായി. പുതിയ അധ്യയന വർഷത്തിൽ അബുദാബിയിലെ സ്കൂളുകളിൽ 3.25 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ പഠനത്തിനെത്തിയതായി വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. പുതിയ അക്കാദമിക് വർഷത്തിൽ ക്ലാസ് പഠനം സജീവമാക്കാനെടുത്ത തീരുമാനത്തിന് വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് അബുദാബി വിദ്യാഭ്യാസ അതോറിറ്റി ചൂണ്ടിക്കാട്ടി. 455 സർക്കാർ സ്കൂളുകളടക്കം ക്ലാസ് മുറികളിലേക്ക് വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തു. 3,88,571 വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിലെത്തിയെന്നാണ് കണക്ക്. കോവിഡ് മാനദണ്ഡം പാലിച്ചു 16,383 ക്ലാസ് മുറികൾ സജ്ജമായിരുന്നു. 28,681 അധ്യാപകരുടെ മേൽനോട്ടത്തിലാണ് അബുദാബിയിൽ ക്ലാസ് പഠനം പുരോഗമിക്കുന്നത്. അബുദാബിയിൽ RT-PCR പരിശോധനയിൽ നെഗറ്റീവായ വിദ്യാർത്ഥികളെ മാത്രമാണ് സ്കൂളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ആദ്യ മാസം 14 ദിവസം കൂടുമ്പോൾ വീണ്ടും കോവിഡ് പരിശോധന വേണം. വാക്സിൻ സ്വീകരിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ആഴ്ചതോറും പരിശോധനയുണ്ടാകും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. നിപ പ്രതിരോധത്തിനുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറായെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സമ്പർക്ക പട്ടിക തയ്യാറാക്കി പ്രതിരോധം ശക്തമാക്കും. നിപ വൈറസ് ബാധിച്ച് മരണപ്പെട്ട കുട്ടിയുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. നിപ ബാധയേറ്റ് മരിച്ച കുട്ടിക്ക് കോവിഡ് പോസിറ്റീവ് ആയിരുന്നില്ല. കുട്ടിക്ക് ഒരു ഘട്ടത്തിലും കോവിഡ് ഉണ്ടായിരുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. നിപ കൺട്രോൾ റൂം കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ തുടങ്ങി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ വാർഡ് തുറന്നുവെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പനിയെ തുടർന്ന് പ്രവേശിപ്പിച്ചപ്പോൾ സ്രവപരിശോധന നടത്തിയിരുന്നില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം ആരോഗ്യ പ്രവർത്തകർക്ക് രോഗബാധയേൽക്കാൻ സാധ്യത കൂടുതലാണ്. ജാഗ്രത വേണമെന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള.
കോഴിക്കോട് നിപ്പ ബാധിച്ചു മരിച്ച 12 വയസ്സുകാരന്റെ മൃതദേഹം സംസ്കരിച്ചു. കണ്ണമ്പറമ്പ് ഖബർസ്ഥാനിലാണ് കുട്ടിയെ അടക്കിയത്. PP കിറ്റ് ധരിച്ച ആരോഗ്യ പ്രവർത്തകരാണ് സംസ്കാര ചടങ്ങുകൾ ചെയ്തത്. PP കിറ്റ് ധരിച്ച ആരോഗ്യ പ്രവർത്തകരാണ് സംസ്കാര ചടങ്ങുകൾ ചെയ്തത്. അടക്കുന്നതിന് മുൻപ് മയ്യത്ത് സംസ്കാരം നടത്തി. ഇന്നലെ രാത്രിയാണ് കുട്ടിക്ക് നിപ്പ സ്ഥിരീകരിച്ചത്. പുലർച്ചെയോടെ മരണം സംഭവിച്ചു. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കോഴിക്കോട് അതീവ ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. മരിച്ച കുട്ടിയുടെ വീട് ഉൾപ്പെടുന്ന ഭാഗത്തേക്കുള്ള വാഹന ഗതാഗതം പോലീസ് നിയന്ത്രിച്ചു. 3 കിലോമീറ്റർ ചുറ്റളവിലാണ് നിയന്ത്രണം. ചാത്തമംഗലം പഞ്ചായത്തിലെ 4 വാർഡുകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 8, 10, 12 എന്നീ വാർഡുകളിൽ ഭാഗിക നിയന്ത്രണവും ഏർപ്പെടുത്തി. നിപ്പ വൈറസ് സ്ഥിരീകരിച്ച 9ാം വാർഡ് പൂർണ്ണമായും അടച്ചു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. തൃക്കാക്കര ഓണസമ്മാന വിവാദത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അജിത തങ്കപ്പൻ. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ പോലീസിനെയും കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. നാളെയും തൃക്കാക്കര നഗരസഭയിൽ പോകുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അജിത തങ്കപ്പൻ പറഞ്ഞു. വ്യാഴാഴ്ച കൌൺസിൽ യോഗവും വിളിച്ചു ചേർക്കുമെന്നും അജിത തങ്കപ്പൻ വ്യക്തമാക്കി. തൃക്കാക്കര നഗരസഭാ ചേംബറിൽ പ്രവേശിച്ചത് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് അജിത തങ്കപ്പൻ പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ഓഫീസ് ഉപരോധത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം നഗരസഭയിലെത്തിയ അധ്യക്ഷയ്ക്ക് പൂട്ട് തകരാറായതിനാൽ ഓഫീസിൽ കടക്കാനായിരുന്നില്ല. രാത്രി 7 മണിയോടെ പൂട്ട് തകർത്ത് അധ്യക്ഷ അജിത തങ്കപ്പൻ അകത്തു കയറുകയായിരുന്നു. ഇതോടൊപ്പം നഗരസഭാ സെക്രട്ടറി പതിച്ച നോട്ടീസും നീക്കി. ഇത് നിയമവിരുദ്ധമെന്ന് കാട്ടി ഇടതുപക്ഷം പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസിനെയും തദ്ദേശഭരണ ഡയറക്ടറെയും അറിയിച്ച ശേഷം നഗരസഭാ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് പൂട്ട് പൊളിച്ച് അകത്ത് കയറിയതെന്നാണ് നഗരസഭാ അധ്യക്ഷയുടെ നിലപാട്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. തിരുവനന്തപുരം VSSCയിലേക്ക് കൊണ്ടുവന്ന ISRO കാർഗോ വാഹനം പ്രദേശവാസികൾ തടഞ്ഞു. വിൻഡ് ടണൽ പദ്ധതിക്ക് മുംബൈയിൽ നിന്നെത്തിച്ച സാധനങ്ങൾ അടങ്ങിയ വാഹനങ്ങളാണ് തടഞ്ഞത്. പോലീസും പ്രദേശവാസികളും തമ്മിൽ തർക്കം തുടരുകയാണ്. വിൻഡ് ടണൽ പദ്ധതി തിരുവനന്തപുരം വേളിയിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചതു മുതൽ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പദ്ധതിയുടെ കരാർ ജോലികൾ തങ്ങളെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു നാട്ടുകാർ ഉന്നയിച്ചത്. ISROയുടെ സുരക്ഷ കണക്കിലെടുത്ത് ജോലി നൽകാനാകില്ലെന്ന നിലപാടായിരുന്നു അധികൃതർ അറിയിച്ചത്. ഇന്ന് കാർഗോ വാഹനം എത്തുമെന്ന് അറിഞ്ഞതു മുതൽ ജനം പ്രദേശത്ത് തടിച്ചുകൂടി. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹവും എത്തിയിരുന്നു. വാഹനമെത്തിയതോടെ ജനം പ്രതിഷേധവുമായി രംഗത്തെത്തി. റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചവരെ പോലീസ് നീക്കി. വാഹനം തങ്ങളുടെ ഭാഗത്തുകൂടി കൊണ്ടുപോകണമെന്ന ജനങ്ങളുടെ ആവശ്യം പരിഗണിക്കാതെ പ്രധാന ഗേറ്റ് വഴിയാണ് കൊണ്ടുപോയത്. ഇതോടെ ജനം പ്രതിഷേധം കടുപ്പിച്ചു. പ്രദേശത്ത് സംഘർഷ സാധ്യത തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. കേരളത്തിൽ നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കർശന ജാഗ്രതാ നിർദ്ദേശം നൽകി തമിഴ്നാട്. അതിർത്തി ജില്ലയിൽ നിരീക്ഷണം ശക്തമാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. സംശയമുള്ള കേസുകളിൽ നിപ്പ സിക്ക പരിശോധന നടത്തണമെന്നും തമിഴ്നാട് സർക്കാർ നിർദ്ദേശിച്ചു. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മലപ്പുറം, കണ്ണൂർ ജില്ലകളിലും കർശന നിർദ്ദേശം നൽകി. അതിനിടെ കോഴിക്കോട് നിപ്പ ബാധിച്ചു മരിച്ച കുട്ടിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 2 പേർക്ക് രോഗലക്ഷണം. സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന 2 പേർക്കാണ് രോഗലക്ഷണമുള്ളത്. ഇവർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടില്ല. ഇവരുടെ സാമ്പിൾ വിശദമായ പരിശോധനയ്ക്ക് അയക്കും. രോഗലക്ഷണം പ്രകടിപ്പിച്ച 2 പേരും കുട്ടിയുടെ ബന്ധുക്കളോ ആരോഗ്യ പ്രവർത്തകരോ അല്ലെന്നാണ് ലഭിക്കുന്ന വിവരം. കുട്ടിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് 158 പേരാണ്. ഇവരിൽ 20 പേർക്കാണ് അടുത്ത സമ്പർക്കമുള്ളത്. ഇതിൽ 2 പേർക്കാണ് രോഗലക്ഷണമുള്ളതെന്നാണ് സൂചന. നിപ്പ പ്രതിരോധത്തിനുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറായെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. സമ്പർക്ക പട്ടിക തയ്യാറാക്കി പ്രതിരോധം ശക്തമാക്കും. നിപ്പ വൈറസ് ബാധിച്ച് മരണപ്പെട്ട കുട്ടിയുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. കോഴിക്കോട് 12 വയസ്സുകാരന് നിപ്പ ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ചാത്തമംഗലം പഞ്ചായത്തിലെ 4 വാർഡുകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. 8, 10, 12 എന്നീ വാർഡുകളിൽ ഭാഗിക നിയന്ത്രണവും ഏർപ്പെടുത്തി. നിപ്പ വൈറസ് സ്ഥിരീകരിച്ച 9ാം വാർഡ് പൂർണ്ണമായും അടച്ചു. നിപ്പ ബാധിച്ചു മരിച്ച കുട്ടിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന മുന്നൂരിൽ അതീവ ജാഗ്രത പുലർത്താൻ പ്രദേശവാസികളോട് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. രോഗലക്ഷണമുള്ളവർ ഉടൻ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടണമെന്നാണ് നിർദ്ദേശം. നിയന്ത്രണത്തിന്റെ ഭാഗമായി ചാത്തമംഗലത്തേക്കുള്ള റോഡുകളിൽ പോലീസ് ഉപരോധം തീർത്തു. കുട്ടിയുമായി സമ്പർക്കത്തിലുണ്ടായിരുന്ന എല്ലാവരെയും കണ്ടെത്താൻ ശ്രമങ്ങൾ നടത്തുകയാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളവരെ ഐസൊലേഷനിലേക്ക് മാറ്റി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുൾപ്പെടെ ചികിത്സാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ സൌകര്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുവരെ മറ്റാർക്കും രോഗലക്ഷണങ്ങളില്ല. ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യവകുപ്പ് സാഹചര്യം കൃത്യമായി വിലയിരുത്തുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള.
KSRTCയിലെ ശമ്പള പരിഷ്കരണ ചർച്ച ഇഴയുന്നതിൽ പ്രതിഷേധിച്ച് പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് കടക്കുമെന്ന് പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളുടെ മുന്നറിയിപ്പ്. ശമ്പള പരിഷ്കരണം മനഃപൂർവ്വം വൈകിപ്പിക്കുന്നുവെന്നാണ് തൊഴിലാളി സംഘടനകളുടെ ആരോപണം. ശമ്പള പരിഷ്കരണം മനഃപൂർവ്വം വൈകിപ്പിക്കുന്നുവെന്നാണ് തൊഴിലാളി സംഘടനകളുടെ ആരോപണം. അതേസമയം മാനേജ്മെന്റും തൊഴിലാളി സംഘടനകളും സർക്കാർ നയം നടപ്പിലാക്കാൻ തയ്യാറാകണമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പ്രതികരിച്ചു. KSRTC ജീവനക്കാർക്ക് ജൂൺ 30 പുതുക്കിയ ശമ്പളം കയ്യിൽ കിട്ടുമെന്നായിരുന്നു നേരത്തെ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും മാനേജ്മെന്റുമായുള്ള പ്രാഥമിക ചർച്ചകൾ പോലും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് തൊഴിലാളി സംഘടനകൾ ആരോപിക്കുന്നത്. 2016 ഫെബ്രുവരി 28-നാണ് KSRTC ശമ്പള കരാർ അവസാനിച്ചത്. പിന്നീട് 10ാം ശമ്പള പരിഷ്കരണ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് പരിഷ്കരിക്കേണ്ടതായിരുന്നെങ്കിലും നടന്നില്ല. സംസ്ഥാനത്തെ മറ്റെല്ലാ വകുപ്പുകളിലും പുതുവർഷത്തിനിടയിൽ 2 തവണ ശമ്പള പരിഷ്കരണം നടന്നെങ്കിലും KSRTC ജീവനക്കാർക്ക് ഇപ്പോഴും ലഭിക്കുന്നത് തുച്ഛമായ തുകയാണ്. ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്തത് മനഃപൂർവ്വമാണെന്നും KSFിലെ എതിർപ്പ് മറികടക്കാൻ ശമ്പള പരിഷ്കരണം വൈകിപ്പിക്കുന്നുവെന്നും തൊഴിലാളി സംഘടനകൾ ആരോപിക്കുന്നു. സർക്കാർ ഇടപെടൽ ഇനിയും വൈകിക്കുകയാണെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്നും സംഘടനകൾ മുന്നറിയിപ്പ് നൽകി. പുതുവർഷമായി ശമ്പള പരിഷ്കരണം നടക്കാത്തതിനാൽ ശമ്പളം, DA എന്നീ ഇനങ്ങളിൽ ഒരു ജീവനക്കാരന് 7 ലക്ഷത്തിലധികം രൂപ നഷ്ടമായതും തൊഴിലാളി സംഘടനകൾ ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. ഇടുക്കി പണിക്കൻകുടിയിൽ വീട്ടമ്മയെ കൊന്നു കുഴിച്ചുമൂടിയ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഇടുക്കി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 3 സംഘങ്ങളായി തിരിഞ്ഞാണ് പ്രതിയെന്ന് സംശയിക്കുന്ന ബിനോയ്ക്കായി അന്വേഷണം നടക്കുന്നത്. ഇടുക്കി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 3 സംഘങ്ങളായി തിരിഞ്ഞാണ് പ്രതിയെന്ന് സംശയിക്കുന്ന ബിനോയ്ക്കായി അന്വേഷണം നടക്കുന്നത്. പണിക്കൻകുടി സ്വദേശി സിന്ധുവിനെ കൊന്നു കുഴിച്ചുമൂടിയത് അയൽവാസിയായ ബിനോയ് തന്നെയാണെന്നാണ് പോലീസ് നിഗമനം. ഇയാളുടെ വീടിന്റെ അടുക്കളയിലാണ് മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്നത്. കൊല നടന്ന ഓഗസ്റ്റ് 12-ന് മുൻപ് സിന്ധുവും ബിനോയും തമ്മിൽ വാക്തർക്കമുണ്ടായതായി ഇളയ മകനും വെളിപ്പെടുത്തിയിരുന്നു. കൊലയ്ക്ക് ശേഷം തമിഴ്നാട്ടിലേക്കാണ് ബിനോയ് പോയതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അവസാനത്തെ ഫോൺ ലൊക്കേഷൻ കാണിച്ചത് അവിടെയാണ്. ഇടുക്കി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 3 സംഘങ്ങൾ സംസ്ഥാനത്തിനകത്തും പുറത്തുമായി അന്വേഷണം നടത്തും. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിനുള്ള നടപടികളും തുടങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. സംസ്ഥാനത്ത് ഇന്ന് സമ്പൂർണ്ണ ലോക്ഡൌൺ. കോവിഡ് നിയന്ത്രണത്തിനായുള്ള രാത്രികാല കർഫ്യൂ തുടരും. എല്ലാ ദിവസവും രാത്രി 10 മുതൽ 6 വരെയാണ് കർഫ്യൂ. ലോക്ഡൌൺ പ്രമാണിച്ച് ആവശ്യ മേഖലകൾക്ക് മാത്രമാണ് പ്രവർത്തനാനുമതി. ആരാധനാലയങ്ങൾ പോകുന്നതിനും വിവാഹങ്ങൾക്കും ഗൃഹപ്രവേശനങ്ങൾക്കും സംസ്കാര ചടങ്ങുകൾക്കും യാത്ര ചെയ്യാം. കടകളുടെ സമയം രാവിലെ 7 മുതൽ രാത്രി 7 വരെയാണ്. ആരോഗ്യ പ്രവർത്തകരുടെ യാത്രയ്ക്ക് മാത്രമാകും KSRTC സർവീസ് നടത്തുക. അതേസമയം ഞായറാഴ്ച ലോക്ഡൌണും രാത്രി കർഫ്യൂവും തുടരുന്ന കാര്യത്തിൽ ചൊവ്വാഴ്ച ചേരുന്ന അവലോകന യോഗം തീരുമാനമെടുക്കും. വാക്സിനേഷൻ പൂർത്തിയായാലും കോവിഡ് പൂർണ്ണമായും വിട്ടുപോകില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. വാക്സിനേഷൻ താരതമ്യേന കുറഞ്ഞ രീതിയിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ പ്രത്യേക വാക്സിനേഷൻ യജ്ഞം നടത്താനും തീരുമാനമുണ്ട്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. സീറോ മലബാർ സഭയിലെ ആരാധനാക്രമം ഏകീകരണം സംബന്ധിച്ച ഇടയലേഖനത്തിനെതിരെ പള്ളിയിൽ പ്രതിഷേധം. ആലുവ പ്രസന്നപുരം പള്ളിയിൽ വൈദികൻ ഇടയലേഖനം വായിക്കുന്നത് ഒരു സംഘം വിശ്വാസികൾ തടഞ്ഞു. സീറോ മലബാർ സഭയിലെ കുർബാന പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിവാദം തുടരുന്നതിനിടെ കാർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ ഇടയലേഖനം ഇന്ന് പള്ളികളിൽ വായിച്ചു. സിനഡ് വിഷയം ചർച്ച ചെയ്തെന്ന് ഇടയലേഖനം പറയുന്നു. ആരാധനാക്രമത്തിലെ മാറ്റത്തിൽ അന്തിമ തീരുമാനം മാർപ്പാപ്പയാണ് എടുക്കേണ്ടതെന്ന് ഇടയലേഖനം പറയുന്നു. ഇതിൽ മാറ്റം വരുത്താൻ സിനഡിന് അധികാരമില്ല. വിയോജന സ്വരങ്ങൾ വരാതെ വൈദികർ ശ്രദ്ധിക്കണമെന്നും ഇടയലേഖനം പറയുന്നു. എന്നാൽ വിയോജിപ്പുമായി രംഗത്തെത്തിയ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂരിഭാഗം വൈദികരും അവരുടെ പള്ളികളിൽ സർക്കുലർ വായിച്ചില്ലെന്നാണ് റിപ്പോർട്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആലുവ പ്രസന്നപുരം പള്ളിയിൽ ഇടയലേഖനം വായിക്കുന്നതിനെതിരെ വിശ്വാസികൾ പ്രതിഷേധിച്ചു. ഇടയലേഖന വായന വിശ്വാസികൾ തടസ്സപ്പെടുത്തി. വൈദികനെ ഇടയലേഖനം വായിക്കാൻ അനുവദിച്ചില്ല. പള്ളിക്കുള്ളിൽ പ്രതിഷേധം നടന്നു. നിലവിലെ ജനാഭിമുഖ കുർബാന തുടരണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇരിങ്ങാലക്കുട രൂപതയിലെ ഒരു വിഭാഗം വൈദികരും സർക്കുലർ വായിക്കില്ലെന്നാണ് സൂചന. കുർബാനക്രമം പരിഷ്കരിക്കാനുള്ള സിനഡ് തീരുമാനത്തിനെതിരെ ഔദ്യോഗികമായി സിനഡിന് പരാതി നൽകിയ സാഹചര്യത്തിൽ ഇടയലേഖനം വായിക്കേണ്ടതില്ലെന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വിഭാഗത്തിന്റെ നിലപാട്. എന്നാൽ സിനഡ് തീരുമാനം അംഗീകരിക്കുന്ന അതിരൂപതയിലെ കാർദിനാൾ അനുകൂല വൈദികർ സർക്കുലർ പള്ളികളിൽ വായിച്ചു. സഭയുടെ കീഴിലുള്ള മറ്റ് അതിരൂപതകളിലും ഇടയലേഖനം വായിക്കും. സിനഡ് പുതുക്കിയ കുർബാന രീതിയിൽ ആദ്യഭാഗം വിശ്വാസികൾക്ക് നേരെയും പ്രധാന ഭാഗം അൾത്താരയ്ക്ക് അഭിമുഖമായുമാണ് നടത്തുക. നവംബർ 28 മുതൽ പുതുക്കിയ രീതി തുടങ്ങാനാണ് സിനഡ് നിർദ്ദേശം. എന്നാൽ മുഴുവൻ സമയവും ജനാഭിമുഖ കുർബാന തന്നെ തുടരണമെന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ നിലപാട്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയ്ക്കുമെതിരെ ഹൈക്കമാൻഡിന് പരാതി. പാർട്ടിയിൽ കലാപത്തിന് ശ്രമിക്കുന്നുവെന്നാണ് പരാതി.
നേതൃമാറ്റം അംഗീകരിക്കാൻ ഇരുവരും തയ്യാറാകുന്നില്ലെന്നും ഹൈക്കമാൻഡിന് നൽകിയ പരാതിയിൽ പറയുന്നു. ഇരുവരുടെയും പരസ്യ പ്രസ്താവനകൾ നിയന്ത്രിക്കാൻ ഹൈക്കമാൻഡ് ഇടപെടണമെന്നും ആവശ്യമുണ്ട്. വി.ഡി. സതീശനെയും കെ. സുധാകരനെയും പിന്തുണക്കുന്ന വിഭാഗമാണ് ഹൈക്കമാൻഡിനെ സമീപിച്ചത്. കൂടിയാലോചനകൾ നടത്താതെയാണ് ഡിസിസി അധ്യക്ഷന്മാരെ തീരുമാനിച്ചതെന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പരസ്യ നിലപാടെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. അഫ്ഗാനിസ്ഥാനിലെ പൻഷീറിൽ 4 ജില്ലകൾ പിടിച്ചെടുത്തതായി താലിബാൻ. അതേസമയം പൻഷീർ അതിർത്തിയായ ധാർബന്ദ് മലനിരകൾ വരെ താലിബാൻ എത്തിയെങ്കിലും തുരത്തി ഓടിച്ചെന്ന് വടക്കൻ സഖ്യം അവകാശപ്പെട്ടു. പൻഷീർ അതിർത്തിയായ ധാർബന്ദ് മലനിരകൾ വരെ താലിബാൻ എത്തിയെങ്കിലും തുരുത്തി ഓടിച്ചെന്ന് വടക്കൻ സഖ്യം അവകാശപ്പെട്ടു. 600 താലിബാൻ ഭീകരരെ വധിച്ചുവെന്നാണ് സഖ്യസേന വക്താവ് ശനിയാഴ്ച അവകാശപ്പെട്ടത്. 1000 പേരെ പിടികൂടുകയോ കീഴടങ്ങുകയോ ചെയ്തുവെന്നും സഖ്യസേന വക്താവ് ഫഹീം ദസ്തി ട്വീറ്റ് ചെയ്തു. ബസാറഖിലേക്കുള്ള വഴിയിൽ ഉടനീളം സഖ്യസേന മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അത് നീക്കം ചെയ്യാനുള്ള കാലതാമസമാണ് മുന്നേറ്റം മന്ദഗതിയിലാക്കുന്നതെന്നുമാണ് താലിബാന്റെ അവകാശവാദം. ഇതിനിടെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ന് ഖത്തറിലേക്കെത്തും. ജർമ്മനിയിലേക്കുള്ള യാത്രാമധ്യേ ഖത്തറിലെത്തുന്ന ബ്ലിങ്കൻ താലിബാൻ പ്രതിനിധികളുമായി ചർച്ച നടത്തുമോ എന്ന് വ്യക്തമായിട്ടില്ല. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. ഗൌരി ലങ്കേഷ് കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് 4 വർഷം. ഹിന്ദുത്വ തീവ്രവാദത്തിനെതിരായ പ്രതിരോധത്തിന്റെ ദിനമായാണ് പൌരാവകാശ പ്രവർത്തകർ ഇന്ന് ആചരിക്കുന്നത്. 19 പേർ അറസ്റ്റിലായെങ്കിലും കേസിലെ വിചാരണ വൈകുന്നതിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ് കുടുംബം. 4 വർഷം മുൻപ് സെപ്റ്റംബർ 5-നാണ് മാധ്യമ സ്വാതന്ത്ര്യത്തെ തോക്കിൻമുനയിലാക്കി രാജരാജേശ്വരി നഗറിലെ വീട്ടിൽ വെടിയൊച്ചകൾ ഉയർന്നത്. ലങ്കേഷ് പത്രികാ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് കയറുന്നതിനിടെ ഗൌരി ലങ്കേഷിന്റെയും കഴുത്തിലും നെഞ്ചിലും തലയ്ക്കും വെടിയേറ്റു. രാജ്യവ്യാപക പ്രതിഷേധമുയർന്നു. 19 പേർ പിടിയിലായെങ്കിലും വിചാരണ നടപടി നീളുകയാണ്. തീവ്ര ഹിന്ദുത്വ സംഘടനയായ സനാതൻ സംസ്ഥയുടെ പ്രവർത്തകനാണ് അറസ്റ്റിലായത്. ദാബോർക്കർ, പൻസാരെ, കൽബുർഗിക്കും പിന്നാലെയായിരുന്നു ഗൌരി ലങ്കേഷിന്റെ കൊലപാതകവും. ലങ്കേഷ് പത്രികയിലെ ഗൌരിയുടെ എഴുത്ത് തീവ്ര ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകരെ ചൊടിപ്പിച്ചിരുന്നു. ബൈക്കിലെത്തി വെടിയുതിർത്ത പരശുരാം വാഗമോറയടക്കം 19 പേർ അറസ്റ്റിലായെങ്കിലും വിചാരണ തുടങ്ങിയില്ല. പ്രതികളെ ഒളിവിൽ കഴിയാൻ സഹായിച്ച മോഹൻ നായിക്കിനെ സംഘടിത കുറ്റകൃത്യം തടയൽ നിയമത്തിൽ നിന്ന് കർണാടക ഹൈക്കോടതി ഒഴിവാക്കിയിരുന്നു. ഇതിനെതിരെ സഹോദരി കവിത ലങ്കേഷ് നൽകിയ ഹർജി ഈ മാസം 8-ന് സുപ്രീംകോടതി പരിഗണിക്കും. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടികൾക്കപ്പുറം കോടതിയിൽ നിന്നുള്ള നീതി വൈകുന്നതിന്റെ ആശങ്കയിലാണ് കുടുംബം. വിചാരണ നടപടികൾ നീളുന്നതിൽ ആശങ്കയുണ്ടെന്ന് സഹോദരി കവിത ലങ്കേഷ് പറഞ്ഞു. പ്രതികൾക്ക് സംരക്ഷണമൊരുക്കിയ മോഹൻ നായിക്കിനെ സംഘടിത കുറ്റകൃത്യത്തിൽ നിന്ന് ഒഴിവാക്കിയത് അംഗീകരിക്കാനാകില്ലെന്ന് കവിത ലങ്കേഷ് വ്യക്തമാക്കി. സുപ്രീംകോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാവുകയാണെന്നും കവിത പറഞ്ഞു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. ഡിസിസി അധ്യക്ഷ പട്ടികയെ ചൊല്ലിയുള്ള കലാപം തുടരവേ നേതൃത്വവുമായി ചർച്ച വേണമെന്ന് ആവർത്തിച്ചു ഉമ്മൻചാണ്ടി. ആദ്യം കോൺഗ്രസ് എന്നും രണ്ടാമത് മാത്രമാണ് ഗ്രൂപ്പ് എന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ആദ്യം കോൺഗ്രസ് എന്നും രണ്ടാമത് മാത്രമാണ് ഗ്രൂപ്പെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. പുതുപ്പള്ളിയിലെ വീട്ടിൽ വച്ച് ഉമ്മൻചാണ്ടിയുമായി ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് പ്രതികരണം. ചർച്ചകൾ തുടരുമെന്നും എല്ലാ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും പറഞ്ഞു. ഇതിന്റെ ആദ്യപടിയായാണ് ഉമ്മൻചാണ്ടിയെ കണ്ടത്. ചെന്നിത്തലയെയും കാണുമെന്ന് സതീശൻ പറഞ്ഞു. മുതിർന്നവർക്ക് പ്രയാസമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകില്ലെന്നും സതീശൻ പറഞ്ഞു. അതേസമയം ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലക്കുമെതിരെ ഹൈക്കമാൻഡിൽ ഒരു വിഭാഗം നേതാക്കൾ പരാതി നൽകി. പാർട്ടിയിൽ കലാപത്തിന് ശ്രമിക്കുന്നുവെന്നാണ് പരാതി. സതീശനെയും സുധാകരനെയും പിന്തുണയ്ക്കുന്ന വിഭാഗമാണ് ഹൈക്കമാൻഡിനെ സമീപിച്ചത്. നേതൃമാറ്റം അംഗീകരിക്കാൻ ഇരുവരും തയ്യാറാകുന്നില്ല എന്നും ഇരുവരുടെയും പരസ്യ പ്രസ്താവനകൾ നിയന്ത്രിക്കാൻ ഹൈക്കമാൻഡ് ഇടപെടണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാല നാളെ മുതൽ തുറക്കും. ഘട്ടം ഘട്ടമായാവും ക്ലാസുകൾ തുറക്കുക. ഈ വർഷാവസാനത്തിൽ പ്രബന്ധം സമർപ്പിക്കേണ്ട PhD വിദ്യാർത്ഥികൾക്കായുള്ള ക്ലാസുകളാണ് ആദ്യം തുറക്കുക. ഘട്ടം ഘട്ടമായാവും ക്ലാസുകൾ തുറക്കുക. ഈ വർഷാവസാനത്തിൽ പ്രബന്ധം സമർപ്പിക്കേണ്ട PhD വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസുകളാണ് ആദ്യം തുറക്കുക. വിദ്യാർത്ഥികൾ കുറഞ്ഞത് 72 മണിക്കൂർ മുൻപ് ടെസ്റ്റ് ചെയ്ത കോവിഡ് RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരേണ്ടതാണ്. ക്യാമ്പസിലെ ഡോക്ടർ BR അംബേദ്കർ ലൈബ്രറിയും തുറക്കും. ലൈബ്രറി സാനിറ്റൈസ് ചെയ്ത് ഉള്ളിലെ ഇരിപ്പിട ക്രമീകരണം 50% ആക്കിയിട്ടുണ്ട്. കണ്ടെയ്ൻമെന്റ് സോണിൽ താമസിക്കുന്ന അധ്യാപകർക്കോ വിദ്യാർത്ഥികൾക്കോ ക്യാമ്പസിൽ പ്രവേശിക്കാൻ അനുമതിയില്ല. മാസ്ക് നിർബന്ധമാണ്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. കനത്ത സുരക്ഷാ വലയത്തിൽ ഉത്തർപ്രദേശിലെ മുസഫർ നഗറിൽ കർഷക മഹാപഞ്ചായത്ത്. UPക്ക് പുറമെ ഹരിയാന, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലെ കർഷകരും മഹാപഞ്ചായത്തിൽ അണിചേരുന്നു.
യുപിക്ക് പുറമെ ഹരിയാന, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലെ കർഷകരും മഹാപഞ്ചായത്തിൽ അണിചേരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മിഷൻ ഉത്തർപ്രദേശ് എന്ന രാഷ്ട്രീയ ലക്ഷ്യം സംയുക്ത കിസാൻ മോർച്ച പ്രഖ്യാപിക്കും. ബിജെപി വീണ്ടും അധികാരത്തിൽ എത്തുക തടയുകയാണ് മിഷൻ ഉത്തർപ്രദേശിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഓൾ ഇന്ത്യ കിസാൻ സഭ നേതാവ് പി കൃഷ്ണപ്രസാദ് പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള കർഷകരടക്കം വരുന്ന ട്രെയിനുകൾ പിടിച്ചിട്ടിരിക്കുന്നുവെന്ന് സംയുക്ത കിസാൻ മോർച്ച നേതാക്കൾ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. നാലാമത്തെ ബിജെപി എംഎൽഎയും തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. കളിയാങ്കാജ് എംഎൽഎ സൗമൻ റോയിയാണ് ശനിയാഴ്ച തൃണമൂൽ ജനറൽ സെക്രട്ടറി പാർത്ഥ ചാറ്റർജിയുടെ സാന്നിധ്യത്തിൽ ബിജെപി വിട്ട് പാർട്ടിയിൽ ചേർന്നത്. കളിയാഗഞ്ച് എംഎൽഎ സൗമൻ റോയിയാണ് ശനിയാഴ്ച തൃണമൂൽ ജനറൽ സെക്രട്ടറി പാർത്ഥ ചാറ്റർജിയുടെ സാന്നിധ്യത്തിൽ ബിജെപി വിട്ട് പാർട്ടിയിൽ ചേർന്നത്. നാലാമത്തെ ബിജെപി എംഎൽഎയാണ് തൃണമൂലിൽ ചേർന്നത്. ഇതോടെ ബംഗാളിൽ ബിജെപിയുടെ അംഗസംഖ്യ 71 ചുരുങ്ങി. മുകുൾ റോയി, താൻമോയ് ഘോഷ്, വിശ്വജിത് ദാസ് എന്നിവരാണ് നേരത്തെ ബിജെപി വിട്ട് തൃണമൂലിൽ ചേർന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് മുകുൾ റോയിയുടെ വിശ്വസ്തനായിരുന്ന സൗമൻ ബിജെപിയിൽ ചേർന്നത്. തൃണമൂൽ വിട്ടതിനു ശേഷവും തന്റെ മനസ്സ് പാർട്ടിയോടൊപ്പമായിരുന്നുവെന്നും ബിജെപിയുടെ ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയം സ്വീകരിച്ചിട്ടില്ലെന്നും സൗമൻ റോയ് പറഞ്ഞു. മമതാ സർക്കാരിന്റെ വികസന നയത്തിന്റെ ഭാഗമാകണം. ബിജെപി ബംഗാൾ സംസ്കാരത്തിന് യോജിച്ച പാർട്ടിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷി അധ്യാപക സംവരണം ഉടൻ നടപ്പാക്കണമെന്ന് ഭിന്നശേഷി കൂട്ടായ്മ. 2018 സർക്കാർ ഉത്തരവിനെതിരെ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളിയ സാഹചര്യത്തിൽ നിയമനങ്ങൾക്ക് കാലതാമസം ഉണ്ടാകരുതെന്നാണ് കൂട്ടായ്മയുടെ ആവശ്യം. 2018 സർക്കാർ ഉത്തരവിനെതിരെ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളിയ സാഹചര്യത്തിൽ നിയമനങ്ങൾക്ക് കാലതാമസം ഉണ്ടാകരുതെന്നാണ് കൂട്ടായ്മയുടെ ആവശ്യം. മലപ്പുറത്ത് ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായി കൂട്ടായ്മ രൂപീകരിച്ചു. എയ്ഡഡ് സ്കൂൾ കോളേജുകളിൽ ഭിന്നശേഷി അധ്യാപക നിയമനത്തിനായി 2018 സർക്കാർ സംവരണം നിശ്ചയിച്ചത്. സർക്കാർ തീരുമാനത്തിനെതിരെ ചില മാനേജ്മെന്റുകൾ സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും കോടതി സർക്കാർ തീരുമാനം അംഗീകരിച്ചു. ഈ സാഹചര്യത്തിൽ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ സർക്കാർ നിശ്ചയിച്ച ഭിന്നശേഷി സംവരണാടിസ്ഥാനത്തിൽ ഉടൻ നിയമനം ആരംഭിക്കണമെന്നാണ് ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. 4% എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്കായി സംവരണം നിശ്ചയിച്ചിരിക്കുന്നത്. നിലവിൽ എയ്ഡഡ് അധ്യാപക നിയമന ശുപാർശകൾ സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. സർക്കാർ തലത്തിൽ നിയമനത്തിനായി വേഗത്തിൽ നടപടി കൈക്കൊള്ളണമെന്നും ആക്ഷൻ കൌൺസിൽ യോഗം ആവശ്യപ്പെട്ടു. പരിമിതികളോട് പടവെട്ടി അധ്യാപക യോഗ്യതകൾ നേടിയ ഈ കൂട്ടായ്മയും വലിയ പ്രതീക്ഷയിലാണ്. അടുത്ത അധ്യാപക ദിനം അധ്യാപകരായി ആഘോഷിക്കാനാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. കർണാടകയിലെത്തുന്ന മലയാളികൾ 7 ദിവസം ക്വാറന്റൈനിൽ കഴിയണമെന്ന കർണാടക സർക്കാർ ഉത്തരവ് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് വയനാട് അതിർത്തി ഗ്രാമങ്ങളിലെ കർഷകർക്ക്. കൃഷിയിടം സന്ദർശിക്കാനും വിളകൾ പരിപാലിക്കാനും വിളവെടുക്കാനുമെല്ലാമായി അതിർത്തി കടക്കുന്ന കർഷകർക്കാണ് തീരുമാനം പ്രയാസമുണ്ടാക്കുന്നത്. ക്വാറന്റൈൻ ഇല്ലാതെ കൃഷിയിടത്തിൽ പോയി വരാനുള്ള സാഹചര്യം സർക്കാർ ഇടപെട്ട് ഒരുക്കണമെന്നാണ് ഫാമേഴ്സ് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ പ്രധാന ആവശ്യം. കർണാടകയിൽ 3 മുതൽ 150 ഏക്കർ വരെ കൃഷി ചെയ്യുന്ന കർഷകരുണ്ട് വയനാട്ടിൽ. കോടിക്കണക്കിന് രൂപയാണ് ഇതിനായി കർഷകർ കർണാടകയിൽ മുടക്കുന്നത്. ഒരേക്കർ കൃഷിക്ക് 6 ലക്ഷം രൂപയോ അതിനു മുകളിലോ മുതൽ മുടക്കിയാണ് കൃഷി ഇറക്കുന്നത്. പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി, മുഖ്യമന്ത്രി, കളക്ടർ, 3 MLA-മാർ എന്നിവർക്ക് കത്തയച്ചിട്ടുണ്ടെന്നും കർഷകർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.